ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് പുലർത്തിയെടുത്തൊരു നല്ല ചിക്കൻ ഫ്രൈ. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു കോഴിമുട്ട, ഒരു പകുതി നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസുകളിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 to 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കന് പുറമേ ഉള്ള കോട്ടിംഗ് ഇളകി പോകാതിരിക്കുന്നതിനായി ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റുന്നതിന് മുമ്പായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് കോരി മാറ്റാം. ഇനി ചുവട് കട്ടിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് 2ആയി മുറിച്ചത്, 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിൽ അടിച്ച് ചേർത്താലും മതി.
ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു പഴുത്ത തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് ഉലർത്തിയെടുത്ത സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയുമൊക്കെ ഒരു കിടിലൻ കോമ്പിനേഷൻ ഐറ്റമാണ് ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.